നമസ്കാരം. ഒരു നാടിനെ നടുക്കിയ വിജയം, നാട് മൊത്തം കൊണ്ടാടി ആഘോഷിക്കുന്ന ഒരു വിജയം, അതിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. LKGയിൽ 250 മാർക്കിൽ 249 വാങ്ങി വമ്പിച്ച വിജയം കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ വിയാൻ കൃഷ്ണ. വിയാൻ കൃഷ്ണയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. വിയാൻ കൃഷ്ണയുടെ ആ ഒരു വിജയ പ്രയാണത്തിലേക്ക് എത്തിയ ആ ഒരു അവസരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് വിയാൻ, എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റില്? വളരെ സന്തോഷം. ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പറ്റിയൊരു മികച്ച വിജയം തന്നെ കിട്ടി. വളരെ ഹാപ്പിയാണ്. ഓക്കെ, എങ്ങനെയാ ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ വിജയത്തിന്റെ പുറകില്? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഡാഡി, മമ്മി അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. സുഹൃത്തുക്കളും എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. ട്യൂഷൻ മാഷും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അനിയൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അനിയൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അനിയൻ ഇപ്പോൾ 2 വയസ്സായി. അവനും ഇതുപോലെ നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകും. എങ്ങനെ ഒരു ദിവസം എത്ര നേരം പ്രിപ്പയർ ചെയ്യായിരുന്നു? രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേൽക്കും. ആദ്യത്തെ 5 അവർ സ്വരാക്ഷരങ്ങൾ പഠിക്കാനായിട്ട്, പിന്നത്തെ 5 അവർ കക്ക കാങ്ങാങ്ങ, പിന്നെ നമ്പേഴ്സ് കൂട്ടാനും കുറക്കാനൊക്കെ ആയിട്ടുള്ള മറ്റ് 5 അവേഴ്സ് ഉപയോഗിക്കും. മുന്നേ കളിക്കാനെല്ലാം പോകാറുണ്ടോ? ബാക്കിയുള്ള കുട്ടികളെല്ലാം കളിക്കാൻ പോകുന്ന സമയത്ത്? കളിക്കാൻ പോകാറില്ല. ഡാഡിയും മമ്മിയും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ഇനിയും വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകാനുണ്ടല്ലോ. അത് ശരി. ഓക്കെ, പിന്നെ ഇനി എന്താണ് മുന്നോട്ടേക്ക്, എന്താണ് ലക്ഷ്യങ്ങളൊക്കെ? മുന്നോട്ട് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. UKG 1ാം ക്ലാസ് നോക്കാം, നമുക്ക് എത്ര വരെ പോകാൻ പറ്റും നോക്കാം. വലിയ വലിയ ആഗ്രഹങ്ങളുമായിട്ടാണ് മിഹാനിങ്ങോ നിൽക്കുന്നത്. വളരെ വളരെ സന്തോഷമാണ് ഇത്രയും വലിയൊരു പ്രഗത്ഭനായ അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു മിഹാൻ. ഒരുപാട് ഒരുപാട് ജീവിതത്തിലേക്ക് ഉയരങ്ങൾ ഉണ്ടാകട്ടെ, ഒരുപാട് നല്ല നല്ല ഉയർച്ചകളിൽ എത്തട്ടെ. 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ ബൈ. താങ്ക് യു.